ഇപ്പം ഞാൻ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് ഞാനൊരു യാത്ര കഴിഞ്ഞിട്ട് വരുവാണ്. മൈസൂർ വരെ ഒരു കറക്കം ഉണ്ടായിരുന്നു, ഒരു മൈസൂർ യാത്ര ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് മൈസൂർ ഉണ്ടായിരുന്നു. അങ്ങനെ മൈസൂർ യാത്ര കഴിഞ്ഞിട്ട് തിരികെ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്നും 50 കിലോമീറ്ററാണ് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ 67 കിലോമീറ്ററാണ് ഊട്ടിയിലേക്ക്, 57 കിലോമീറ്ററാണ് സുൽത്താൻ ബത്തേരിയിലേക്ക്. ഞാൻ സുൽത്താൻ ബത്തേരി വഴി കോഴിക്കോട് പോകാമെന്നൊക്കെ ഒരു പ്ലാനിലാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ ഭയങ്കര ഘോഷയാത്രയും മേളമൊക്കെ നടക്കുന്നു. അംബേദ്കർ ജയന്തിയും പിന്നെ അംബേദ്കർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അംബേദ്കർ ജയന്തി പക്ഷേ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു. പക്ഷേ ഇവിടെ ഇന്നാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അംബേദ്കർ ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്ലക്സ് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഘോഷയാത്രയും ഫ്ലോട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ സുൽത്താൻ ബത്തേരി വരെയുള്ള നമ്മുടെ യാത്ര കൊള്ളാവുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഞാനിപ്പോഴും പുറത്തോട്ട് വന്നത്, ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പുറത്തോട്ട് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു ഊണ് വാങ്ങി കഴിച്ചു, 70 രൂപ. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ എന്തായാലും നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പോഴൊരു ബിരിയാണി വാങ്ങി കഴിക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുപോട്ടെ. അപ്പോഴെന്തായാലും നമുക്ക് ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. ഭയങ്കര പരിപാടിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വയ്യ. അങ്ങ് ദൂരെയായിട്ട് ഭയങ്കര സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിരിക്കുവാണ്. പാട്ടും ഈ DJ പോലത്തെ സംഗതികളൊക്കെ ഇട്ടിരിക്കുവാണ്. ഇപ്പോൾ കയറി കുറിഞ്ഞ് വീണേനെ. ഇതാ കയറ് കണ്ടില്ലേ? അപ്പോഴെന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് സുൽത്താൻ ബത്തേരിയിലോട്ടോ ഗൂഡല്ലൂർ വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനൊരു താല്പര്യക്കുറവുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സുൽത്താൻ ബത്തേരി വഴിയോ ഊട്ടി വഴിയോ എങ്ങനെയാലും പോവാം. പിന്നൊരു കാര്യം പറയാം, ഭയങ്കര വെയിൽ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഭയങ്കര ചൂടും. ഇതെവിടെയൊക്കെ ആയിട്ട് നോക്കിയാൽ ഫ്രൂട്ട്സ് കടകളും അതേപോലത്തെ കടകളൊക്കെയാണ്. അങ്ങോട്ടേക്കെല്ലാം നീളത്തിൽ വഴിയുണ്ട്. വെയിലില്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് നടന്നിട്ട് വരാമായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായിപ്പോയി. വയ്യ, വെയിൽ കൊണ്ട് നടന്നേ ഊപ്പാട് വരാൻ വയ്യ. ഏതാ ഇവിടെ ഒരു കോയിൻ ബോക്സ് ഇരിക്കുന്നതൊക്കെ വർക്കിംഗ് ആണോ? ചെവിയിലെടുത്ത് വെച്ച് നോക്കിയാലോ, സൗണ്ട് കേൾക്കുമോ നോക്കാം. ഒന്നും കേൾക്കുന്നില്ല. വർക്കിംഗ് അല്ല. പക്ഷേ മൈസൂർ ഞാനൊരിടത്ത് കണ്ടായിരുന്നു, അവിടെ വർക്കിംഗ് ആണ്. എന്തായാലും കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ. പിന്നെ നമ്മൾ ഈ പോകുന്ന റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദിപ്പൂർ വഴി, ബന്ദിപ്പൂർ ടൈഗർ റിസർവും പിന്നെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഈ 2 വനത്തിലൂടെയാണ് പോകുന്നത്. വന്യമൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല വെയിലുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം പുഴയെല്ലാം ഉണ്ട്. പുഴയും കൊച്ചു തടാകങ്ങളെല്ലാം ഉണ്ട്. ഈ വേനൽക്കാലത്തെല്ലാം അവിടെ വെള്ളം കാണുമെന്ന് അറിയില്ല. പക്ഷേ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ വന്യജീവികളെല്ലാം വെള്ളം കുടിക്കാൻ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ആവേശം സിനിമയിലെ പാട്ടാണല്ലോ ഇട്ടിരിക്കുന്നത്, ഇല്ലുമിനാറ്റി. അങ്ങനെ ഞാൻ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡ് അകത്തേക്ക് വന്നപ്പോൾ ദയവിടായിട്ട് നോക്കേ, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചധികം തേക്ക് മരങ്ങൾ നിൽപ്പുണ്ട്. തേക്ക് മരം കൊണ്ട് അവിടെ ആയിട്ട് ഒരു ആൽമരവും നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് കുറച്ച് ബെഞ്ചുകൾ. നല്ല തണലത്ത് ഇരിക്കുക അല്ലേ? എന്തായാലും ഈ ഒരു സംവിധാനം കൊള്ളാം. എന്തായാലും നമ്മുടെ ബത്തേരിക്ക്, സുൽത്താൻ ബത്തേരിക്കെല്ലാം പോകുന്ന ബസ് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് നിർത്തുന്നത്. അതായത് ഫ്രണ്ട് സൈഡിൽ. ഞാനിങ്ങ് അകത്തേക്ക് വന്നു. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം, ഫ്രണ്ട് സൈഡിലേക്ക് പോവാം. മരത്തിൻ്റെ മുകളിലേക്ക് നോക്കേ, കംപ്ലീറ്റ് വവ്വാലുകളാണ്. എല്ലാ മരത്തിലും ഉണ്ട്. അങ്ങോട്ടേക്കെല്ലാം കണ്ടില്ലേ, ഇഷ്ടം പോലെ വവ്വാലുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം കൊണ്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ബസ് വരുന്നു പോകുന്നു, എല്ലാം നിറഞ്ഞാണ് പോകുന്നത്. സീറ്റൊന്നും കിട്ടുന്നില്ല. ആ ഒരു ബസ് വരുന്നുണ്ട്. ഇത് എങ്ങോട്ട് പോകുന്നതാണെന്ന് ദൈവത്തിനറിയാം. യെസ്, അങ്ങനെ കുറച്ചു നേരം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു സുൽത്താൻ ബത്തേരി ബസ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, വൈകുന്നേരം 4 മണിയാവാറായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബസ്സിനകത്തേക്ക് കയറാം. ബത്തേരി പൊൻകുഴി മുത്തങ്ങ കല്ലൂർ. അങ്ങനെ ബസ് 4 മണിക്ക് വന്നു. ഇനി ബസ് വൈകുന്നേരം 4:40 പുറപ്പെടുകയുള്ളൂ. എന്തായാലും നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാപ്പോഴത്തേക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മൾ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും പശുക്കളെ കാണാം കേട്ടോ. ബസ് സ്റ്റാൻഡിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും എവിടെ ആണെങ്കിലും. ഇത് ബസ് സ്റ്റാൻഡിനകത്ത് പറഞ്ഞുകൊണ്ട് കണ്ടില്ലേ, ഇതോ പോകുന്ന കണ്ടില്ലേ. അതേപോലെ എങ്ങോട്ട് നോക്കിയാലും പശുക്കളുണ്ട്. യെസ്, ഒരു
ചായക്കടയിൽ വന്നിട്ടുണ്ട്. കടികളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, കണ്ണാടിപ്പെട്ടിയെല്ലാം കാലിയായിട്ടിരിപ്പുണ്ട്. ഇവിടെ ബണ്ണും പിന്നെ ബ്രെഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദിൽപസന്ത് എല്ലാം ഉണ്ട്. ദിൽപസന്ത് ഈച്ചയൊക്കെ ഉണ്ട്. ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കരുത്. ഞാനൊരു ദിൽപസന്ത് വാങ്ങിയിട്ടുണ്ട്. ദിൽപസന്ത് ദിൽഖുഷിൻ്റെ വേറൊരു ഐറ്റമാണ്. കൊള്ളാം, മയമുണ്ട്. മയം പഞ്ചാബി ഹൗസിൽ രജിസ്ട്രേഷൻ പറയത്തില്ലേ, ഇന്നത്തെ ചപ്പാത്തി കൊള്ളാം, നല്ല മയമുണ്ടെന്ന്. അതേപോലെ കുഴപ്പമില്ല. കർണാടകയിലെ ചായക്കൊക്കെ നല്ല മധുരമാണ്. ഇത്രയും മധുരം കഴിച്ചിട്ടും ചായ കുടിച്ചിട്ട് ചായക്ക് മധുരം തോന്നുന്നു. സാധാരണ മധുരം കഴിച്ചിട്ട് ചായ കുടിക്കുമ്പം ചായക്ക് മധുരം കുറവായിട്ട് തോന്നേണ്ടതാണ്, പക്ഷേ ചായക്ക് ഒടുക്കത്തെ മധുരം. അങ്ങനെ ചായ എല്ലാം കുടിച്ചു. ചായയും ദിൽപസന്തും കൂടെ ചേർത്ത് 25 രൂപ. അങ്ങനെ നമ്മുടെ ബസ് പോകുന്ന റൂട്ട് പൊൻകുഴി, മുത്തങ്ങ, കല്ലൂർ, അതായത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴിയാണ് നമ്മുടെ ബസ് പോകുന്നത്. അങ്ങനെ വൈകുന്നേരം 4:40 ആയപ്പോൾ തന്നെ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ലൊരു ടൗണാണ് ഗുണ്ടൽപേട്ട് ടൗൺ. കടകളും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു ടൗണാണ് ഗുണ്ടൽപേട്ട്. ഒരുപാട് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. വൈകുന്നേരം 4:30 ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ചായ കുടിക്കാനൊക്കെ വന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴൊരു സിനിമാ തിയേറ്റർ കാണാം. സൂര്യ തിയേറ്ററിൻ്റെ പേരാണ് സൂര്യ. 1959 തിയേറ്ററാണ്. ഇതെവിടെയായിട്ട് ഇടത്തേക്കൊരു വഴി കാണാം, ലെഫ്റ്റിലേക്കൊരു വഴി കാണാം. ഈ വഴി നേരെ പോകുന്നത് ചാമരാജനഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ ഒരു പള്ളി കാണാം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളി. അതെല്ലാം കണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു റൈറ്റിലേക്കൊരു വഴി കാണാം. ആ വഴിയാണ് സുൽത്താൻ ബത്തേരിക്ക് പോകേണ്ട വഴി. അങ്ങനെ നമ്മൾ ആ ഒരു വഴി ഉള്ളിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ്. സുൽത്താൻ ബത്തേരിക്കുള്ള വഴി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം കന്നുകാലികളെല്ലാം റോഡിലൂടെ നടന്നു പോകുന്നത് കാണാം. ഗുണ്ടൽപേട്ട് ടൗണിൻ്റെ ആ ഒരു വൈബെല്ലാം മാറിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കയറിയിരിക്കുവാണ്. വിജനമായിട്ടുള്ള വഴിയിലേക്ക് കയറിയിരിക്കുവാണ്. കൃഷിപ്പാടങ്ങളും കൊച്ചു കൊച്ചു കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്ക് കയറിയിരിക്കുവാണ്. അത് എവിടെയായിട്ട് നോക്കിയാൽ ഒരു പച്ചക്കറികളെല്ലാം കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ്. കേരള രജിസ്ട്രേഷൻ വണ്ടിയാണത്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം കൃഷിപ്പാടങ്ങളാണ്. കൃഷിപ്പാടങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കടകളെല്ലാമാണ്. സ്ഥലം അതിമനോഹരമാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കിളച്ചൊക്കെ ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൂരെയായിട്ടൊരു ഗ്രാമമെല്ലാം കാണാം. ഈ കൃഷിപ്പാടത്ത് ജോലി ചെയ്യുന്ന കർഷകരെല്ലാം താമസിക്കുന്ന ഒരു ഗ്രാമമായിരിക്കാനാണ് സാധ്യത. കുറച്ചധികം ദൂരം വിജനമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഗ്രാമം കാണാം. കുറച്ച് കടകളും വീടുകളും എല്ലാം ആയിട്ട് വീണ്ടും അങ്ങനത്തെ കടകളും ഗ്രാമങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വിജനമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം തമിഴ്നാട്ടിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെയും ഏകദേശം ഇതേ രീതി തന്നെയാണ്. അങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ കുറച്ച് കടകളും കാര്യങ്ങളും ഉള്ള സ്ഥലങ്ങളും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വിജനതയും അങ്ങനത്തെ ഭൂപ്രദേശം തമിഴ്നാട്ടിൽ ധാരാളമുണ്ട്. ഏകദേശം ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഞാൻ കണ്ടത്. അങ്ങനെ നമ്മൾ അതുവഴി ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോൾ ഒരു കാളവണ്ടി കണ്ടു. പെട്ടെന്നാണ് കണ്ടത്, അത് പോയി. അങ്ങനെ ഇവിടെ ആയിട്ടൊരു ടോള് കാണാം. നമ്മുടെ ബസ്സിന് ടോളൊന്നും വേണ്ട, കാര്യം ഗവൺമെൻറ് ബസ് ആയതുകൊണ്ട് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിലായിട്ടൊരു കാർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ നിന്നത്. ഇവിടെ ടോള് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു തുകയെല്ലാം കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോള് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലത്തെ ആ ഒരു സ്ഥലമാണ്, വിജനമായിട്ടുള്ള സ്ഥലം. ദൂരെയായിട്ടൊരു വലിയ മലനിരയെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതെവിടെയായിട്ട് തെങ്ങുംതോപ്പൊക്കെയാണ്. തെങ്ങുംതോപ്പെല്ലാം നിന്ന സ്ഥലത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും വിജനതയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട റോഡാണ്, ഒരുപാട് വാഹനങ്ങളൊന്നും വരാത്തൊരു റോഡാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ അവിടെ ദൂരെയായിട്ടൊരു വലിയ തടാകം കാണാം. അങ്ങനെ തടാകമെല്ലാം കണ്ടിട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ ഇവിടെയായിട്ട് വന്യജീവികളുടെ എല്ലാം പടം വരച്ച് വെച്ചിട്ടുണ്ട്. കടുവയുടെയും പുലിയുടെയും ആനയുടെ എല്ലാം പടം വരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ആയിട്ടൊരു ക്വാർട്ടേഴ്സ് എല്ലാം കാണുന്നുണ്ട്. കണ്ടില്ലേ, ഫോറസ്റ്റിൻ്റെ ക്വാർട്ടേഴ്സൊക്കെയാണ് കാണുന്നത്. ക്വാർട്ടേഴ്സ് കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്വാർട്ടേഴ്സ് എല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോഴാ സൂര്യകാന്തി പാടം. നമ്മൾ ഈ സൂര്യകാന്തി പാടം എന്ന് മനസ്സിൽ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരവും പിന്നെ കർണാടകയിലെ ഗുണ്ടൽപേട്ടുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഗുണ്ടൽപേട്ട് സൂര്യകാന്തി പാടത്തിനടുത്തായിട്ടാണ്. ഒരുപാട് ഏക്കറിലൊന്നുമില്ല, കുറച്ച് ഭാഗത്തെ കൃഷി ചെയ്തിട്ടുള്ളൂ. ഒരു സീസണിൽ ഇഷ്ടം പോലെ സൂര്യകാന്തി പാടം കാണുന്നൊരു സ്ഥലമാണ് ഗുണ്ടൽപേട്ട്. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടം എല്ലാം കണ്ടിട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെയായിട്ടൊരു ചെക്ക് പോസ്റ്റ് കാണാം, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. ഇനി മുതലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആരംഭിക്കുന്നത്. ടൈഗർ റിസർവ് എന്ന പേരാണെങ്കിലും നമുക്ക് എപ്പോഴും കടുവയൊന്നും കാണാനൊന്നും സാധിക്കില്ല. മാനുകളും പിന്നെ ആനയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെയായിട്ടൊരു ചെതൽപ്പുറ്റ് കാണാം, വലിയൊരു ചെതൽപ്പുറ്റ്. അതിൽ പാമ്പെല്ലാം കയറിയിരിക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെതൽപ്പുറ്റ് കണ്ടിട്ട് നമ്മൾ മുന്നിലേക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെയായിട്ട് നോക്കേ ആന.
അങ്ങനെ നമ്മൾ 2 ആനയെ കണ്ടിരിക്കുവാണ്. സൂക്ഷിച്ച് നോക്കണം, കാട്ടിനിടയിലായിട്ട് ആന നിൽക്കുന്നത് കാണാം. അതെവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ട്, ഇവിടെ ആയിട്ടൊരു ആന നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ആനയെ നല്ലതുപോലെ കാണാൻ സാധിച്ചു. വേനൽക്കാലം ആയതുകൊണ്ട് അരുവികളിലൊന്നും വെള്ളമില്ല, വറ്റി വരണ്ട് കിടക്കുവാണ്, പാറയാണ്. പാറ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. കാട് മൊത്തത്തിൽ ഒരു വരൾച്ചയാണ്. ഈ വന്യമൃഗങ്ങളെ കാണുന്നത് മാത്രമല്ല ഈ ഒരു വഴിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിഷ്ടപ്പെട്ട പല വാഹനങ്ങളും ഈ ഒരു ഒറ്റപ്പെട്ട വഴിയിലൂടെ ഓടി വരുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ്. മഹീന്ദ്രയുടെ താറും നമ്മുടെ KSRTC ബസ്സും ലോഡും കയറ്റി പോകുന്ന വലിയ വലിയ ലോറികളും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ വാഹനങ്ങളെല്ലാം കണ്ടിട്ട് വന്നപ്പോഴത്തെ ഇവിടെയായിട്ട് സ്കൂളിൽ നിന്നും ടൂർ വന്ന ബസ്സാണെന്ന് തോന്നുന്നു. സ്കൂൾ ബസ് തന്നെയാണ്. അങ്ങനെ ഈ സ്കൂളിൻ്റെ പേരാണ് ശ്രീ വിദ്യാമൃത സ്കൂൾ. അങ്ങനെ വിദ്യാമൃത സ്കൂളിലെ സ്റ്റുഡൻസ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ചെക്ക് പോസ്റ്റ് എല്ലാം കാണുന്നുണ്ട്. മുത്തങ്ങ 6 കിലോമീറ്റർ, സുൽത്താൻ ബത്തേരി 20 കിലോമീറ്റർ. അങ്ങനെ ആ ആർച്ചിനകത്തൂടെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ വെൽക്കം ടു കേരള ബോർഡെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അങ്ങനെ നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ്. കൊടും കാടാണ്, ഓക്കെ, അതിവിജനമായ പ്രദേശം. അങ്ങനെ നമ്മൾ കൊടുങ്കാട്ടിലൂടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു സ്ഥലത്തെത്തിയിരിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൊൻകുഴി അമ്പലത്തിനടുത്ത് എത്തിയിരിക്കുവാണ്. പൊൻകുഴി ക്ഷേത്രം ബസ്സിന് വലത്തെ സൈഡിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷേത്രം കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊൻകുഴിയിലൂടെയാണ്. ഈ സ്ഥലവും അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പൊൻകുഴി ക്ഷേത്രം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ കൊടും കാടെന്ന് പറയാൻ പറ്റില്ല, പുൽമേടും കൂടെ ചേർന്നുള്ള കാടാണ്. ഈ കാട്ടിനിടയിലായിട്ട് മാനുകൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. അത് ബസ് സ്പീഡിൽ പോകുന്നത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് നമ്മുടെ നേർക്കാഴ്ചയിൽ നല്ലതുപോലെ കാണാൻ സാധിക്കും, പക്ഷേ വീഡിയോയിൽ അത് ശരിക്കും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ നമ്മൾ ആ ഒരു മാൻകൂട്ടങ്ങളെ കണ്ടിട്ട് വന്നപ്പോൾ ഇവിടെ നോക്കെ അതിവിശാലമായിട്ടുള്ളൊരു വയൽ പ്രദേശമാണ്. ഈ പ്രദേശം കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂര്യപ്രകാശമെല്ലാം ആ ഒരു പുൽമേടിൽ പതിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കാലഘട്ടത്തിലെല്ലാം വാർത്തയിൽ ഒരുപാട് ഇടം നേടിയിരുന്നൊരു സ്ഥലമാണ് മുത്തങ്ങ. അങ്ങനെ ആ മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മുത്തങ്ങ തകരപ്പാടി, അങ്ങനെയാണ് സ്ഥലപ്പേര്. ബറാക്ക റെസ്റ്റോറൻറ്റ് അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കന്നഡയിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ടും കന്നഡയും മലയാളികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്ന സ്ഥലമാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ഇനി വെറും 14 കിലോമീറ്റർ മാത്രമാണ് സുൽത്താൻ ബത്തേരിക്കുള്ള ദൂരം. അങ്ങനെ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് കാണാം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. അങ്ങനെ ആ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ആയിട്ട് താഴെയായിട്ടൊരു ചെറിയൊരു തോടെല്ലാം കാണുന്നുണ്ട്, ചെറിയൊരു ആറ്. അങ്ങനെ അത് പാസ് ചെയ്തിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ള മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലം എത്തുന്നത്. ഈ കാണുന്നതാണ് മുത്തങ്ങ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വാർത്തകളിലെല്ലാം ഒരുപാട് ഇടം നേടിയിരുന്ന ഒരു സ്ഥലമാണ് മുത്തങ്ങ. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു മുത്തങ്ങയിലൂടെയാണ്. കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് മുത്തങ്ങ. ട്രാവലറെല്ലാം കിടപ്പുണ്ട്. ടൂറിസ്റ്റുകളും അല്ലാത്തവരും എല്ലാവരും വരുന്നൊരു സ്ഥലമാണ് മുത്തങ്ങ. അല്ലാത്തവരും എന്ന് പറഞ്ഞത് സുൽത്താൻ ബത്തേരി, പിന്നെ ഈ ഗുണ്ടൽപേട്ട ആ ഒരു ഭാഗത്തുള്ളവരെല്ലാം തൊഴിലിനായിട്ടും അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും വരുന്നൊരു സ്ഥലമാണ് മുത്തങ്ങ. അങ്ങനെ നമ്മൾ മുത്തങ്ങയിലൂടെ യാത്ര ചെയ്ത് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ നമുക്ക് മുന്നിലായിട്ടൊരു പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്. ആ പ്രൈവറ്റ് ബസ്സിൽ LED ബോർഡ് എഴുതി പോകുന്നുണ്ട്, നമുക്ക് വായിക്കാം. തകരപ്പാടി മുത്തങ്ങ വന്യജീവി സങ്കേതം 67 കല്ലൂർ നായക്കട്ടി മൂരങ്കാവ്, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് ആ ഒരു ബോർഡിൽ എഴുതിയിരുന്നത്. അങ്ങനെ നമുക്ക് മുന്നിലായിട്ട് ഒരു പ്രൈവറ്റ് ബസ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വഴി കഴിഞ്ഞതിന് ശേഷം ഒരു ടൗൺ എത്തിയിരിക്കുവാണ്. ചെറിയൊരു ടൗണാണ്. യെസ്, അങ്ങനെ ഈ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് കല്ലൂർ. ആ പ്രൈവറ്റ് ബസ്സിൽ ബോർഡ് കണ്ടായിരുന്നല്ലോ കല്ലൂരെന്ന്, അപ്പോഴാ ഒരു കല്ലൂരാണ് ഈ കല്ലൂർ. കുറച്ചധികം കടകളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് കല്ലൂർ. ചെറിയൊരു ടൗണാണ്, ചെറിയൊരു കവല, ഓടിട്ട പഴയ കെട്ടിടങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും കൊള്ളാം. ഈ ഒരു നാടൻ കവല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ കല്ലൂർ കഴിഞ്ഞ് വീണ്ടും കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ വേറൊരു സ്ഥലം എത്തിയിരിക്കുവാണ്, വേറൊരു കവല എത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയ ഈ സ്ഥലത്തിൻ്റെ പേരാണ് നായിക്കട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായിട്ടുള്ളൊരു കവലയാണ്. ചെറിയ ഓടിട്ട കെട്ടിടവും ഒരു നാടൻ കവലയാണ്. അവിടെയായിട്ട് ഇഞ്ചിയാണെന്ന് തോന്നുന്നു കൂട്ടത്തോടെ ഇട്ടിരിക്കുന്നത്. ഇഞ്ചിയാണോ പുളിയാണോ? ഇഞ്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നായിക്കട്ടിയിൽ നിന്നും വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് മൂലങ്കാവ്. ആ പ്രൈവറ്റ് ബസ്സിൽ കണ്ട കുറച്ച് ബോർഡുകൾ ഉണ്ടായിരുന്നല്ലോ, ആ സ്ഥലങ്ങളിലൂടെയെല്ലാമാണ് നമ്മുടെ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂലങ്കാവ് എന്ന് പറഞ്ഞ ടൗൺ കുറച്ച് വലുതാണ് കേട്ടോ. നേരത്തെ കണ്ട 2 ചെറിയ കവല പോലെയല്ല, കുറച്ചും കൂടെ വലിയൊരു കവലയാണ് മൂലങ്കാവ്. കുറച്ചധികം കടകൾ നേരത്തെ കണ്ട കവലയേക്കാൾ കൂടുതലായിട്ടുമുണ്ട്.
എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ മൂലങ്കാവ് നിന്നും മുന്നിലേക്ക് പോവുകയാണ്. ഇതാ കണ്ടില്ലേ, ഓടിട്ട കെട്ടിടങ്ങളെല്ലാം റോഡ് സൈഡിലായിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ മുന്നിലേക്ക് യാത്ര ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് നിന്നും 56 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നതിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ എത്തിയിരിക്കുവാണ്. ഈ കാണുന്ന ടൗണാണ് സുൽത്താൻ ബത്തേരി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ സുൽത്താൻ ബത്തേരിയിൽ വരുന്നത്. +2 പഠിച്ചിരുന്ന സമയത്ത് ടൂർ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സുൽത്താൻ ബത്തേരി വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് സുൽത്താൻ ബത്തേരി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിലൂടെയാണ്. നല്ല വൃത്തിയുള്ള നഗരമാണ് സുൽത്താൻ ബത്തേരി. അതിന് പ്രത്യേക ബഹുമതികളും സുൽത്താൻ ബത്തേരിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കയറിയത് സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി എന്നിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇനി പോകുന്നത് സുൽത്താൻ ബത്തേരി KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുൽത്താൻ ബത്തേരി കവലയിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവന്ന ഇത്രയും കവലകളേക്കാൾ ഏറ്റവും വലിയ കവലയാണ്, ഏറ്റവും വലിയ ടൗണാണ് സുൽത്താൻ ബത്തേരി. വൃത്തിയുള്ള ഫുട്പാത്തുകൾ, വൃത്തിയുള്ള തെരുവുകൾ. അങ്ങനെ സുൽത്താൻ ബത്തേരിയിലൂടെ നമ്മുടെ ബസ് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4:40 യാത്ര പുറപ്പെട്ട നമ്മൾ 56 കിലോമീറ്റർ യാത്ര ചെയ്തതിന് ശേഷം വൈകുന്നേരം 6:10 ആയപ്പോൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ടൗണിൽ നിന്നും മാറി കുറച്ചുള്ളിലേക്കാണ് KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത്. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി KSRTC ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെയായിട്ട് നോക്കേ, ഈ കാണുന്നത് KSRTCയുടെ സ്വിഫ്റ്റ് ബസ്സാണ്. ഹൈബ്രിഡ് സീറ്റർ കം സ്ലീപ്പർ അങ്ങനത്തെ ബസ്സാണ്. ഇരിക്കാനും കിടക്കാനും പറ്റും. ഇതൊരു വിജനമായിട്ടുള്ളൊരു സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. ടൗണിൽ നിന്നെല്ലാം മാറി കുറച്ചുള്ളിലേക്കാണ്. കടകളും കാര്യങ്ങളും ലോഡ്ജുകളും എല്ലാം ടൗണിലാണ്. എന്തായാലും സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ വരാൻ പറ്റി. ഈ ബസ്സെല്ലാം നൈറ്റ് ട്രക്കിങ്ങിന് പോകുന്നതാണ്. ട്രക്കിംഗ് ഒന്നുമില്ല, ബസ്സിലിരുന്ന് കാഴ്ചകളെല്ലാം കാണാം. രാത്രി പോകുന്നതാണ്. അതിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ ആവശ്യമുള്ളവർ. നമുക്കൊരു ദിവസം വരാം. ഇതാ കണ്ടില്ലേ, ജംഗിൾ സഫാരി, വയനാട് ജംഗിൾ സഫാരി, അതിൻ്റെയും കോൺടാക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയായിട്ട് വനിതാ ഹോട്ടലും ഉണ്ട്. ബസ്സിനകത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഇവിടെയായിട്ട് ബസ്സിൽ തങ്ങുന്ന ആ ഒരു സംവിധാനമുണ്ട്, ഡോർമെട്രി സംവിധാനം. ഇവിടെ തങ്ങണോ അതോ ലോഡ്ജിൽ തങ്ങണോ എന്നിങ്ങനെ വിചാരിക്കുവാണ്. എന്തോ വേണം. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് നിന്നും സുൽത്താൻ ബത്തേരി വരെയുള്ള വനപാതയിലൂടെയുള്ള യാത്ര അവസാനിപ്പിച്ചിട്ട് സുൽത്താൻ ബത്തേരിയിൽ വന്ന് നിൽക്കുവാണ്. സുൽത്താൻ ബത്തേരിയിൽ ഒരു റൂമിൽ നിൽക്കുവാണ്. ഈ റൂമിന് സിംഗിൾ റൂമിന് 500 രൂപയാണ് ചാർജ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്. സുൽത്താൻ ബത്തേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തായിട്ട് തന്നെയാണ് റൂം. ഞാൻ ഈ റൂം എടുക്കുന്നതിന്റെ കാര്യം, അതായത് ലോഡ്ജിന്റെ പേരൊന്നും സ്പെസിഫിക് ആയിട്ട് പറയാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അത് ആർക്കായാലും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് തിരക്കിയാൽ മതി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഡ്ജൊക്കെ ഓട്ടോക്കാർക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോഴങ്ങനെയൊക്കെയാണ് ഞാനൊരു ലോഡ്ജിൽ വന്ന് റൂം എടുത്തിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നേർക്കാഴ്ചയിൽ കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ അത് ശരിക്കും കിട്ടാൻ സാധ്യതയില്ല. കാര്യം ബസ് നല്ല സ്പീഡിലാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗൂഡല്ലൂർ ടു ഗുണ്ടൽപേട്ട് പോകുന്ന ഒരു റോഡുണ്ട്. ആ ഒരു വന്യജീവി സങ്കേതത്തിലൂടെയുള്ള റോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹമ്പുകളൊക്കെ ഉള്ള റോഡാണ്. അതുകൊണ്ട് ബസ് ഇങ്ങനെ ചവിട്ടിയാണ് പോകുന്നത്. പക്ഷേ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമ്പുകൾ കുറവുള്ള റോഡാണ്. അതുകൊണ്ട് വണ്ടി കത്തിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതുവഴി വരുമ്പോൾ നമുക്ക് നേർക്കാഴ്ചയിൽ കാണാൻ പറ്റുമെങ്കിലും വീഡിയോയിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ആനയും മാനിനെയും കാണാൻ പറ്റി, വേറെ അങ്ങനെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ റൂട്ടിലാണ്, അതായത് ഗുണ്ടൽപേട്ട് ടു ഗൂഡല്ലൂർ റൂട്ട്, ആ റൂട്ടിൽ പോകുമ്പോൾ സിംഹവാലൻ, കുരങ്ങൻ, മയില് അങ്ങനത്തെ കുറെ സംഗതികളെ കാണാൻ പറ്റി. പക്ഷെ ഇതുവഴി നമ്മൾ വന്നതിന്റെ സമയത്തിന്റെ പ്രശ്നമായിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും യാത്ര നഷ്ടമായില്ല. അപ്പോഴെന്തായാലും നമ്മുടെ ആ ഒരു യാത്രയെല്ലാം അവസാനിപ്പിച്ചിട്ട് റൂമിൽ വന്ന് നിൽക്കുവാണ്. ഞാൻ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കഴിച്ചായിരുന്നു. ഒരു ചപ്പാത്തിക്ക് 15 രൂപ, ചിക്കൻ ഫ്രൈ 80 രൂപ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് റൂമിൽ വന്നിരിക്കുവാണ്. ഇനിയിപ്പോൾ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്നിവിടെ രാത്രി കിടന്നുറങ്ങിയിട്ട് നാളെ ഒന്നുകിൽ സുൽത്താൻ ബത്തേരി ടു ഗൂഡല്ലൂര്, ഊട്ടി, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ വഴി നാട്ടിലേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ടു ഗൂഡല്ലൂര്, നിലമ്പൂര്, ഷൊർണൂർ വഴി നാട്ടിലേക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ സുൽത്താൻ ബത്തേരി ടു താമരശ്ശേരി ചുരം വഴി കോഴിക്കോട് വഴി നാട്ടിലേക്ക്. ചിലപ്പോൾ ഈ 3 പ്ലാനും ആയിരിക്കില്ല. ചിലപ്പോൾ ഞാൻ കോഴിക്കോട് പോയിട്ട് തുടരും എന്ന് പറഞ്ഞ സിനിമ റിലീസായല്ലോ, അത് കണ്ടിട്ട് നാട്ടിലേക്ക് വിടാനാണ് പ്ലാൻ. ചിലപ്പം അതായിരിക്കും. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.